ഹലോ ഗൈസ്. അപ്പോൾ സൺഡേ ആയിട്ട് അമ്മ വീട് വരെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൊണ്ട് രാവിലെ ഇറങ്ങിയതാണ്. പക്ഷേ എത്തിയപ്പോൾ ഒരു 11:30 ടൈം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. വെയിലത്ത് നടന്ന് ഞങ്ങൾ ദേ ഒരു കസിൻ്റെ വീട് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവളുടെ കൊച്ചത് ഞങ്ങളെ കണ്ട് ഓടി കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു കേട്ടോ. പിന്നെ അവനെ എത്ര വിളിച്ചിട്ടോ അവൻ വന്നില്ല. പിന്നെ ഞങ്ങൾ പതിയെ അവന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് വീണ്ടും പതുക്കെ ഇറങ്ങി. പിന്നെ ഞാനും അമ്മയും കൂടി ഇതേ അമ്മയുടെ വീട്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ടായി കേട്ടോ ഗൈസ്. പിന്നെ കുടയൊക്കെ ചൂടി ഞാൻ അമ്മയുടെ പിന്നാലെ പതിയെ നടക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നു. അപ്പോൾ അമ്മ ദേ എന്നെ വെട്ടിച്ച് ഓടുകയാണ് കേട്ടോ. പിന്നെ അവിടെ കൂടെ പോകുമ്പോഴേക്കും നല്ല രസമാണ്. നമ്മളിങ്ങനെ വരമ്പത്തൊക്കെ കൂടിയാണ് കേട്ടോ പോണത്. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ കുട്ടിക്കാലമാണ് നമുക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഞാനും ചേച്ചിയും കൂടി വെക്കേഷൻ ആകുമ്പോഴേക്കും അവിടെ പോയി നിൽക്കണത്. അടിപൊളിയായിരുന്നു. അപ്പ ഉണ്ടായ സമയത്താണെങ്കിൽ ഇവിടെ വരുമ്പോഴേക്കും ഊഞ്ഞാലൊക്കെ കെട്ടി ഞാനും ചേച്ചിയും കൂടെ കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ച് ഇവിടെ വരമ്പത്ത് വന്നിരുന്ന് കളിക്കും കേട്ടോ. അതൊക്കെ ഓർക്കുമ്പോഴേക്കും ഒരു സങ്കടമാണ്, എന്നാൽ നല്ലൊരു ഹാപ്പി മൊമെൻറ്റും ആയിരുന്നു കേട്ടോ. അത് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എത്ര നടന്നിട്ടും എത്താത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. അമ്മയാണെങ്കിൽ ഇതേ നല്ല സ്പീഡിൽ ഓടി ഓടി പോകുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ നൊസ്റ്റ് മേടിച്ച് പതുക്കെ പതുക്കെ എല്ലായിടമൊക്കെ നോക്കി ആസ്വദിച്ച് പതുക്കെ നടന്ന് ഞാനിങ്ങനെ അമ്മയുടെ പുറകെ വരുമായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടായതുകൊണ്ട് നന്നായിട്ട് ക്ഷീണിച്ച് നടന്ന് എനിക്കാണെങ്കിൽ അമ്മയുടെ കൂടെ പോകാൻ വേണ്ടി പറ്റുന്നില്ല, അത്രയും ക്ഷീണിച്ച് കേട്ടോ. ഒത്തിരി നടപ്പുണ്ട് അമ്മയുടെ വീട്ടിൽ, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒത്തിരി നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ വെയിലുള്ള ടൈമും കൂടെ ആയതുകൊണ്ടിട്ട് നന്നായിട്ട് ക്ഷീണിച്ച് അങ്ങനെ നടന്ന് നമ്മളത് ഇവിടെ ലാസ്റ്റ് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വന്ന ഉടനെ ഞാനിവിടെ വിയർപ്പൊക്കെ തൂത്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല, ഭയങ്കര കാറ്റ്, റൂമിലിരുന്നാൽ പോലും നല്ല കാറ്റ് കിട്ടുമേ. അപ്പോൾ വന്നപ്പോഴേ ഞങ്ങളുടെ പരിപാടിയൊക്കെ തുടങ്ങി. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നല്ലേ, നമുക്ക് കുറച്ച് തേങ്ങ കടത്തിക്കൊണ്ട് വേണം, അതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം കേട്ടോ. ഇവിടെയാണെങ്കിൽ ചേച്ചിയുടെ കല്യാണ ടൈമിൽ തെങ്ങേറിയതാണ്. പിന്നെ അങ്ങനെ തെങ്ങൊന്നും കയറാണ്ട് പിന്നെ താഴെ വീണ തെങ്ങയൊക്കെ അമ്മച്ചിയമ്മ എല്ലാം എടുത്ത് കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും ചാർലിക്കുട്ടനെ കണ്ട് പിന്നെ അവൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഞാൻ കൊച്ചിലിവിടെ നിൽക്കാൻ വരുമ്പോഴേക്കും ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ കയറിയിട്ട് വേണം കേട്ടോ നമ്മൾ പൈപ്പിൻ ചോട്ടിലോട്ടൊക്കെ വരാനായിട്ട്. അപ്പോൾ അവിടെ പോയി ഇരിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ വീണ്ടും ചെന്നപ്പോഴേക്കും അമ്മ കുറേ തേങ്ങയൊക്കെ പൊതിച്ചിട്ടിട്ടുണ്ടായി കേട്ടോ. എനിക്കാണെങ്കിൽ അമ്മനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്കിത് തേങ്ങ പൊതിക്കാൻ എനിക്കറിയത്തില്ല. ഞാനൊരു തേങ്ങ പൊതിച്ച് വരുമ്പോൾ തന്നെ അമ്മ ഒരു 50 തെങ്ങെങ്കിലും പൊതിക്കാനുള്ള ടൈം കഴിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് അമ്മ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. പിന്നെ അമ്മ വേഗം വേഗം എല്ലാ തേങ്ങ ഇങ്ങനെ പൊതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് വേണം ഞങ്ങൾക്കിതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ. ഒരൊറ്റ തേങ്ങ പോലും ഞങ്ങൾ വെറുതെ വിട്ടില്ല കേട്ടോ. വേറൊന്നും അല്ല, ഇപ്പം നമുക്ക് തേങ്ങയ്ക്ക് നല്ല വിലയാണ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണല്ലേ. നല്ല വിലയെന്ന് പറഞ്ഞാൽ നല്ല വിലയാണ് ഇപ്പം. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ അതൊന്ന് ആട്ടിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങയാവും വെളിച്ചെണ്ണയാവും. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ തേങ്ങയും വെറുതെ വിട്ടില്ല കേട്ടോ. എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് അമ്മ നന്നായിട്ടൊന്ന് പൊതിച്ച് കൂട്ടുമായിരുന്നു കേട്ടോ. പാവം. അപ്പോൾ അമ്മ ഈ പൊടിയുടെ അലർജികൾ കൊണ്ടിട്ട് അമ്മ മാസ്ക് ഒക്കെ വെച്ചാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു പണിയെടുക്കാണ്ട് അവിടെ ഇവിടെ തെണ്ടി തന്നെ നടന്നപ്പോൾ അമ്മ എനിക്കിട്ടൊരു പണി തന്നു കേട്ടോ. അവിടെ ചെറിയിൽ മാമൻ തെങ്ങ് കയറണുണ്ട്, അപ്പോൾ അവിടെ പോയി നിന്നോ, തോട്ടിലൊക്കെ പോകണ തേങ്ങയെല്ലാം പെറുക്കി ഇടണമെന്ന് പറഞ്ഞേ. പിന്നെ ഞാനും അനിയനും കൂടി പിന്നെ അങ്ങോട്ടേക്ക് നടന്നപ്പോഴേക്കും മാമൻ അവിടെ തെങ്ങ് കയറണുണ്ടായി കേട്ടോ. അപ്പോൾ അവിടെ പോയി നിന്നപ്പോഴേക്കും കുറേ തേങ്ങയെല്ലാം വെള്ളത്തിലൊക്കെ വീണ്, അതൊക്കെ നോക്കി അവിടെ നിന്നു. പിന്നെ തെങ്ങ് കയറി കഴിഞ്ഞപ്പോഴേക്കും ഞാനും അനിയനും കൂടി അതെല്ലാം പെറുക്കിയൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴേക്കുമാണ് അവൻ കരിക്ക് കണ്ടത്. അപ്പോൾ അക്കി ഞാനിപ്പോൾ കരിക്കിടാമെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ തെങ്ങിൽ കയറി 2-3 കരിക്കൊക്കെ ഇട്ടുതന്നു. പിന്നെ അങ്ങനെ കരിക്കൊക്കെ കുടിച്ച് നിന്നപ്പോഴേക്കും തോട്ടിൽ കുറേ തേങ്ങയൊക്കെ വീണ് കിടപ്പുണ്ടായിട്ട് പിന്നെ ഞാനും ഒരു വടിയൊക്കെ എടുത്ത് തോണ്ടി തോണ്ടി തേങ്ങയൊക്കെ എടുത്ത് കരക്കൊക്കെ ഇട്ടേ. അങ്ങനെ എല്ലാ പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി ചെന്ന്. പിന്നെ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പുറത്തത്തെ ആ സ്റ്റെപ്പിലിരുന്ന് ഫുഡ് കഴിക്കണുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ സന്തോഷങ്ങളൊന്നും പിന്നെ തിരിച്ച് വരത്തില്ലല്ലേ, അതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴേക്കും ഒരു സന്തോഷമല്ലേ. പിന്നെ ഞങ്ങൾ ചായ കുടിച്ച പാത്രമൊക്കെ ഞങ്ങൾ അപ്പുറത്തെ ചിറയിൽ കൊണ്ടുപോയാണ് കേട്ടോ പാത്രമൊക്കെ കഴുകണത്. പിന്നെ അവിടെ പോയിരുന്ന് പാത്രമൊക്കെ കഴുകി. ചെറുതിൽ ഇവിടെ നിൽക്കാൻ വരുമ്പോഴേക്കും ഞാനും ചേച്ചിയും കൂടി ഇടിയായിരിക്കും കേട്ടോ. കാരണം ഇവിടെ വരുമ്പോഴേ കൂടുതൽ വെള്ളത്തിൽ കളിക്കാൻ പറ്റുള്ളൂ. പാത്രം കഴുകാനായാലും തുണി അലക്കാനായാലും ഈ തോടിൻ്റെ സൈഡിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ കളിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് ഇടിയായിരിക്കും കേട്ടോ. അങ്ങനെ തേങ്ങകളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ മാമൻ്റെ ഓട്ടോയിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോരാൻ ടൈമായി. അപ്പോൾ ഞാൻ ചുമ്മാ അവിടേക്ക് ഒന്ന് നടക്കുമായിരുന്നു കേട്ടോ. കുഞ്ഞിൽ ഇവിടേക്ക് വന്നിരുന്ന് ഇങ്ങനെ കളിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർത്ത് അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടന്നേ. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും പാതയ്ക്കുള്ള തെങ്ങും കയറിയിട്ടുണ്ട്. അതെല്ലാം പെറുക്കി ഒരു ചരുവത്തിലോട്ടാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കയ്യും കാലും മുഖം കഴുകാൻ വേണ്ടി പോയിരിക്കണം കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൽ മൊത്തം ഈ കുളിയും ജപവും എല്ലാം ഈ കല്ലുകെട്ടയിലായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരിക്കാൻ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വിശേഷം. ബായ്.